BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസയർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. Hedge Wealth Management Services. Mr. Butler Soda Maker. Add happiness to water. ഇപ്പോൾ ഇതാ തൊടുപുഴയിൽ 200 രൂപയുടെ മഹാമേള. ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. ഏറ്റവും പുതിയ ഡിസൈനർ കുർത്തികളുടെ വൻ ശേഖരവുമായി ശില്പ ഡിസൈൻസ്, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. മുതലക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നിറവ് 2017. ഡോക്ടർ സാർ, കേട്ടല്ലോ കുഷ്ഠത്തിന് ചികിത്സ സാധ്യമാണെന്ന്. പക്ഷെ ഇതിന്റെ ലക്ഷണമെന്താ? നേർത്തതോ ചുവന്നതോ ചെമ്പ് നിറത്തിലുള്ളതോ ആയ മരവിപ്പ്, പാട്, തടിപ്പ്. MDT കുഷ്ഠത്തിന്റെ സുനിശ്ചിത ചികിത്സയാണ്. തുടക്കത്തിലെ പൂർണ്ണ ചികിത്സ ചെയ്യിച്ചാൽ വികലാംഗതയിൽ നിന്ന് രക്ഷപ്പെടാം. ഇതിന്റെ ചികിത്സ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യമായി ലഭ്യമാണ്. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള സ്വാശ്രയ സംഘങ്ങളുടെ ആഘോഷം നിറവ് നടന്നു. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. UDF പ്രചരണ ജാഥ ഫെബ്രുവരി 14 കരിമണ്ണൂരിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ നഗരസഭ 19-ാം വാർഡിൽ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. വാർഡ് കൌൺസിലർ KM ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ഡോക്യുമെന്റ് വർക്കേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ടൗൺ പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് പട്ടണ പ്രദക്ഷിണം നടന്നു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി നിറവ് ആഘോഷത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ സാംസ്കാരിക റാലി നടന്നു. നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങൾ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. സാമൂഹ്യ നന്മയും ഉയർത്തിപ്പിടിക്കുന്ന മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി സംഘടിപ്പിച്ചിട്ടുള്ള നിറവ് 2017 ഭാഗമായി തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ ഇടുക്കിയുടെ ബഹുമാനായ MP അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്ത് പ്രയാണം ആരംഭിച്ചിട്ടുള്ള വർണ്ണശബളമായ സാംസ്കാരിക പ്രൗഢഗംഭീരമായ സാംസ്കാരിക ഘോഷയാത്ര ഇതായി വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. 1948 സ്വാതന്ത്ര്യ സമര സേനാനി കടക്കൽ പുലിഹന്നാന്റെ നേതൃത്വത്തിൽ പിറവിയെടുത്ത് കേരളത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക നിലയമായി മാറിയ മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി സംഘടിപ്പിച്ചിട്ടുള്ള കലാകേരളത്തിന്റെ സാംസ്കാരിക ഘോഷയാത്ര കടന്നു വരികയാണ്. നേതൃത്വം കൊടുത്തുകൊണ്ട്
സർക്കാരിന്റെ ഉത്സവമായ നിറവ് 2017-ന്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനതാദൾ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന UDF പ്രചരണ വാഹനജാഥ ഫെബ്രുവരി 14-ന് ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14-ന് രാവിലെ 11-ന് കരിമണ്ണൂരിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജാഥ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ജാഥ കോർഡിനേറ്റർ PS സലീം, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് S അശോകൻ, ജില്ലാ കൺവീനർ TM സലീം, ജോൺ നെടിയപ്പാറ, മുഹമ്മദ് വെട്ടിക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാവിലെ 11 മണിക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കരിമണ്ണൂരിൽ ജാഥ ഉദ്ഘാടനം. CMDയുടെ സംസ്ഥാന സെക്രട്ടറി CP ജോൺ അടക്കമുള്ള UDFന്റെ സംസ്ഥാനത്തെയും ജില്ലയിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉദ്ഘാടന സമ്മേളനം നടത്തുന്നു. ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു സ്വീകരണം, അതാണ് പരിപാടി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ 5 നിയോജകമണ്ഡലങ്ങളുണ്ട്. അതുപോലെ കോട്ടയം ജില്ല 14 ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ഇടുക്കി അസംബ്ലി മണ്ഡലത്തിലെ തങ്കമണിക്ക് അന്നേ ദിവസം ജാഥ മൂന്നാറിലേക്കാണ്. പിറ്റേ ദിവസം 12 മണിക്ക് മൂന്നാറിലെ സ്വീകരണം. ആ സ്വീകരണ സമ്മേളനം AICCയുടെ നിരീക്ഷകൻ മുൻ കേന്ദ്രമന്ത്രി ശ്രീ തങ്കബാലു ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൂപ്പാറയിൽ ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ സ്വീകരണ സമ്മേളനം. ആ സ്വീകരണ സമ്മേളനം UDFന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജോണി നെല്ലൂർ XMLA ഉദ്ഘാടനം. തൊടുപുഴ നഗരസഭ 19-ാം വാർഡിൽ വൈദ്യുതി ബോർഡ് സ്ഥാപിച്ച ട്രാൻസ്ഫോമർ പ്രവർത്തനക്ഷമമായി. വാർഡ് കൌൺസിലർ KM ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ കൌൺസിലർമാർ ഉൾപ്പെടെ വൻ ജനാവലി പങ്കെടുത്തു. സന്തോഷം പ്രകടിപ്പിച്ച് പായസ വിതരണവും നടത്തി. ഈ വാർഡിലെ കൗൺസിലർ പല സ്ഥലത്തും ട്രാൻസ്ഫോമർ വെക്കാൻ ഞങ്ങൾ പാടുപെട്ടു. 19-ാം വാർഡ് കമ്മിറ്റി KM ഷാജഹാൻ ഒരാളും സ്ഥലം തന്നില്ല. ലാസ്റ്റ് ഘട്ടത്തിലാണ് ഈ ഇരിക്കുന്ന ഈ ട്രാൻസ്ഫോമർ വരികയും ഇതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്ത KM ഷാജഹാന് ഒരു 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്ഥലം. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിൽ പൊന്നന്താനത്ത് ജൈവ പച്ചക്കറി വിളവെടുപ്പ് നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി VV മത്തായി അധ്യക്ഷത വഹിച്ചു. ഈ നിലയിൽ കൃഷി വികസിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ ഗവൺമെന്റിന്റെ LDF ഗവൺമെന്റിന്റെ നയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 3 കടമകളാണ് ഇപ്പം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന്, ശുദ്ധജലം ചെറുതാണേലും വലുതാണേലും ഉള്ള സാധ്യത പൂർണ്ണമായും സംരക്ഷിക്കുക. 2, മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക. മാലിന്യ നിർമ്മാർജ്ജനം ചെയ്ത കേരളമാക്കി സംസ്ഥാനത്തെ മാറ്റുക. 3, ജൈവ കൃഷി, ജൈവ പച്ചക്കറി കൃഷി, ജൈവ കൃഷി തന്നെ വികസിപ്പിക്കുക എന്നത് ഇപ്പം ഗവൺമെൻറ് അതിൻ്റെ നയമായി പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്.
അതിന് സംഘടിതമായ പ്രവർത്തനമാണ് നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെല്ലാം വലിയ ഉജ്ജ്വലമായ വിളവെടുപ്പാണ് നടത്തിയത്. വലിയ കൃഷിയാണ്. നെല്ലും പച്ചക്കറിയും എല്ലാ വക വസ്തുക്കളുമാണ് കൃഷി ചെയ്യുന്നത്. കേരളത്തിലുടനീളം ഒരു പുതിയ ചലനമുണ്ടാക്കാൻ ഗവൺമെൻറ് നയം കൊണ്ട് കഴിഞ്ഞു. LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ജൈവ കൃഷി വികസിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനത്തെല്ലാം നമ്മുടെ ജില്ലയിൽ പോലും കുറേയധികം കേന്ദ്രങ്ങളിൽ കൃഷി ചെയ്തു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു വലിയ പരിശ്രമമാണ്. ഈ പരിശ്രമം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നം തമിഴ്നാട്ടുകാരുടെ പച്ചക്കറിയാണ് നമ്മൾ വാങ്ങി ഭക്ഷിക്കുന്നത്. അവർ കൃഷി ചെയ്യുന്ന 2 ഏക്കർ കൃഷി ചെയ്യും, 1.5 ഏക്കർ നമുക്ക് വേണ്ടി, 1/2 ഏക്കർ അവർക്ക് വേണ്ടി കൃഷി ചെയ്യും. അവർ പ്രത്യേകം 1/2 ഏക്കർ കൃഷി ചെയ്യും. നമുക്ക് വേണ്ടുന്നെല്ലാം ഉള്ള രാസവളവും കീടനാശിനിയെല്ലാം ഉപയോഗിച്ച് നമുക്ക് തരും. നമ്മൾ വാങ്ങിക്കാൻ ചെന്നാൽ കണ്ടില്ലേ, സൗജന്യമായി സന്തോഷപൂർവ്വം കുറെ കറിവേപ്പില തരും. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജേക്കബ് മത്തായി, PJ ജോയ്, എൽസമ്മ സെബാസ്റ്റ്യൻ, മുൻ MLA മാത്യു സ്റ്റീഫൻ, കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രതിനിധി ഫാദർ വിൻസ് ചേർത്തലിൽ, TG നാരായണൻ, മത്തായി ജോൺ എന്നിവർ പ്രസംഗിച്ചു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് അംഗം PJ ജോയ് നേതൃത്വം നൽകുന്ന കർഷക സംഘത്തിലെ കവിത, സംഗമം ഗ്രൂപ്പുകൾ കൃഷി ചെയ്ത പയർ, വെണ്ട, പടവലം, പാവൽ എന്നിവയും ഇവിടെ വിറ്റഴിക്കുന്നു. മുട്ടം ജീവകാരുണ്യ പ്രവർത്തന സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ സ്നേഹാശ്രമത്തിലെ കുട്ടികൾക്കായി സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തന സൊസൈറ്റി പ്രസിഡന്റ് ഹക്കിം സലീം ജെ ഭായ് അധ്യക്ഷത വഹിച്ച യോഗം മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമൊക്കെ എത്രയുണ്ടായെങ്കിലും അത് നയിക്കുന്നവരിലേക്ക് കൊടുക്കുവാനുള്ള ഒരു നല്ല മനസ്സ് തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം നൽകുന്ന ഈ സലീം ഭായിയെയും ഇതിന്റെ കൂട്ടത്തിലുള്ള സംഘാടകരെയും പ്രത്യേകമായി ഈ പരിപാടി അഭിനന്ദിക്കുവാൻ ഈ സമയം പ്രയോജനപ്പെടുത്തിയാണ്. സാമ്പത്തികം എത്രയുണ്ടെങ്കിലും പാവപ്പെട്ടവർ സഹായിക്കുന്നതിന് വളരെ കുറച്ചുപേർ മാത്രമേ മുന്നിട്ട് വരാറുള്ളൂ. പക്ഷേ അവരെ സംബന്ധിച്ച് എത്ര ഇല്ലായ്മ ഉണ്ടെങ്കിലും അവരെ ആ പാവപ്പെട്ട ഇടങ്ങളിൽ സഹായം എത്തിക്കുന്നതിനും അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെയുള്ള ശ്രമം ആ ഒരു രൂപം ആളുകൾ നടത്താറുണ്ട്. പക്ഷേ സാമ്പത്തികം എത്രയുണ്ടെങ്കിലും താഴെ ഇടയിലുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു സന്മനസ്സാണ് എല്ലാ രംഗത്തും കാണേണ്ടത്. ആ സാഹചര്യത്തിൽ നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഇത് മനസ്സിലാക്കിയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നിങ്ങൾ നല്ല നിലയിൽ വളർന്ന് പഠിച്ച് സമൂഹത്തിന് നല്ല ഉന്നതയിൽ എത്തുന്നതിനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുപോലെ സാമ്പത്തികമുള്ളവരെ സംബന്ധിച്ച് ഈ സലീം ഭായിയെ പോലെയുള്ളവർ ചെയ്യുന്ന ആ നല്ല പ്രവൃത്തി കണ്ട് ഈ കുട്ടികളെ സഹായിക്കുവാനും ഉന്നതിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രൊഫസർ MJ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. അജയൻ താന്നിക്കമറ്റം, കാഞ്ഞാർ മുസ്ലിയാർ KA മുഹമ്മദ്, PM പുരുഷോത്തമൻ, ശിവാനന്ദൻ പിള്ള, ഇമ്മാനുവൽ സ്നേഹാശ്രമം ഡയറക്ടർ ബ്രദർ തോമസ് നടുക്കത്തറ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികൾക്ക് സ്നേഹവിരുന്ന് നൽകി. പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള CUG SIM വിതരണ പരിപാടികൾ ചെറുതോണിയിൽ നടന്നു. പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടികൾ ജില്ലാ പോലീസ് മേധാവി KB വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. BSNലും സംസ്ഥാന ആഭ്യന്തര വകുപ്പും കൈകോർത്താണ് CUG SIM കാർഡ് വിതരണ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ പോലീസ് സേനാംഗങ്ങൾക്ക് ഒരേ ഗ്രൂപ്പിൽപ്പെടുത്തി SIM കാർഡുകൾ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല വിതരണോദ്ഘാടനം ചെറുതോണിയിൽ നടന്നു. പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി KB വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. BSNL പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നിരവധി ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ഡോക്യുമെന്റ് വർക്കേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KM തോമസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പോത്തൻകോട് ഹരിദാസ്, ആനയറ RK ജയൻ, NP ഗോപിനാഥൻ നായർ, തിരുവല്ല മധു തുടങ്ങിയവർ പ്രസംഗിച്ചു. സംഘടന സ്വതന്ത്രമായി ഞങ്ങൾ നിൽക്കാനാണ്. അത് ജനങ്ങളുമായി ബന്ധമുള്ളതാണ്. സമൂഹത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കാനാണ്. സമൂഹത്തിന്റെ പിൻബലം നമുക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുകയും ചെയ്യണം. അങ്ങനെ അല്ലാതൊരു ആരുമായും ബന്ധമില്ലാത്ത ഒരു സംഘടനയായി ഇങ്ങനെ പോകാനാവില്ല. അതിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം,
കൃത്യമായ ലക്ഷ്യമുണ്ടാകണം, പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉണ്ടാവണം, പ്രവർത്തകർക്ക് ആത്മാർത്ഥത ഉണ്ടാകണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ സംഘടന ശരിയായി മാറുന്നത്. നൊമ്പര മനസ്സുകൾക്കിടയിൽ കുമ്പസാര കൂടായി മാറിയ ഫാദർ കുര്യാക്കോസ് തുരുത്തിപ്പള്ളിലിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിച്ചു. ഉപാസന ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ, ബിഷപ്പ് മാർ മാത്യു വാണിയക്കിഴക്കേൽ, CMI സഭ പ്രൊവിൻഷ്യൽമാരും വൈദികരും പങ്കെടുത്തു. തൊടുപുഴ ജ്യോതി നിവാസ് ചാപ്പലിൽ ദിവസവും 6-7 മണിക്കൂർ കുമ്പസാരക്കൂട്ടിൽ സേവനം ചെയ്യുന്ന കുര്യാക്കോസ് അച്ഛൻ ഏറെ വർഷം കൈതപ്പാറയിലാണ് സേവനമനുഷ്ഠിച്ചത്. ഏത് നേരം തോന്നായാലും രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഇതിന് കുമ്പസാരക്കാരനുണ്ട്. ടൗണിൽ വരുന്നവർക്കായാലും ചുറ്റുപാടുള്ള ഇടവകളിൽ നിന്ന് വരുന്നവർക്കായാലും സന്യാസ ഭവനിൽ നിന്ന് വരുന്നവർക്കായാലും സംസാരിക്കാൻ ഉപാസന അച്ഛനുണ്ടെന്നുള്ളത് വലിയ കാര്യമാണ്. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കടന്നു വരികയില്ല. വിദേശത്തേക്കാണെങ്കിൽ കൃത്യം ശനിയാഴ്ച വൈകുന്നേരം 4:30 തൊട്ട് 5 വരെയാണ് കുമ്പസാരം സമയം വെച്ചിരിക്കുന്നത്. അവിടെ ആരും ആ നേരത്ത് കുമ്പസാരിക്കാൻ ചെല്ലുകയൊന്നുമില്ല. മനുഷ്യർക്ക് ഏറ്റവും അസൗകര്യമുള്ള സമയമാണ് 4:30 തൊട്ട് 5 വരെ, ശനിയാഴ്ച 4 തൊട്ട് 5 വരെ. നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇവിടെ ഉപാസനയിൽ ഏത് നേരത്തെ അച്ഛനുണ്ട്. ഒരു കുര്യാക്കോസ് തന്നെയാണ് മിക്കവാറും അച്ഛന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ വലിയ ശുശ്രൂഷ, ഇടവുകൾ വലിയ ശുശ്രൂഷ ചെയ്തു, സന്യാസം വലിയ ശുശ്രൂഷ ചെയ്തു. ആ തരത്തിൽ ഇതെടുത്ത് നോക്കിയാൽ അദ്ദേഹം അങ്ങേയറ്റം അഭിനന്ദനീയമായ കാര്യമാണ് ചെയ്തത്. ജൂബിലി ആഘോഷത്തിൻ്റെ അവസരം നമ്മളെല്ലാവരും ഓർമ്മിക്കണം. നന്ദി ഹൃദയത്തോടുകൂടി നമ്മൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഓർമ്മിക്കണം, ആശംസിക്കണം, നന്മ നേടണം. ഇനിയും ഏറെ നാൾ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഭംഗിയായി വിജയകരമായി നിർവഹിച്ചു കൊണ്ടുപോകാനായിട്ട് നല്ലവനായ ദൈവത്തെ ധാരാളം അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. തൊടുപുഴ ടൗൺ പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ കുർബാനയ്ക്ക് ശേഷം പട്ടണ പ്രദക്ഷിണം നടന്നു. 100 കണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രമായ മൂന്നാറിലെ സൃഷ്ടി വെൽഫെയർ ട്രസ്റ്റിന്റെ ജൂബിലി ആഘോഷം തുടങ്ങി. ടാറ്റ കമ്പനിയുടെ ഗ്ലോബൽ ബിവറേജസ് ലിമിറ്റഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൃഷ്ടിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ 2 ദിവസമായി മൂന്നാർ ഈസ്റ്റേൺ ഹോട്ടലിൽ നടക്കും. കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറി ലീന നായർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. രത്തൻ ടാറ്റ ആഘോഷങ്ങൾക്കായി മൂന്നാറിലെത്തും. പ്രത്യേക പരിഗണന ആവശ്യമായ ഭിന്നശേഷിക്കാരായ യുവത്വത്തിന് സമകാലീന യുഗത്തിലുള്ള വിദ്യാഭ്യാസം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സെമിനാർ നടക്കും.
USA, സ്വീഡൻ, ഇസ്രായേൽ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ പ്രസംഗിക്കും. ഇന്ത്യയിലും വിദേശത്തു നിന്നുമായി എത്തുന്ന 170ഓളം പേർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തോട്ടം തൊഴിലാളികളുടെ മക്കളായ ഭിന്നശേഷിക്കാർക്കായി 1991 ആരംഭിച്ച സ്കൂൾ ഇന്ന് മികവിന്റെ ഉന്നതങ്ങളിലാണ്. നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ സ്കൂളിൽ ഇന്ന് 60ഓളം പേരാണുള്ളത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ അമേരിക്ക അടക്കമുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ചിരട്ട, കരി, പഴത്തൊണ്ട്, മരപ്പട്ട, കളകൾ തുടങ്ങി വലിച്ചെറിയുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ മനോഹര സൃഷ്ടികളായി രൂപപ്പെടുന്നുണ്ട്. ആനപ്പെണ്ണത്തിൽ നിന്നും തിളങ്ങുന്ന പേപ്പർ നിർമ്മിക്കുന്നതും വഴികളിൽ കളകളായി നിൽക്കുന്ന ചെടികൾ വസ്ത്രങ്ങളിലെ നിറങ്ങളായി ഭിന്നശേഷിക്കാരായ കുട്ടികൾ രൂപാന്തരപ്പെടുത്തുന്നതും വിസ്മയ കാഴ്ചകളാണ്. കല്ലൂർക്കാട് ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു. കത്തിച്ച തിരികളും ജപമാലകളുമായി നടത്തിയ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ മാത്യു വെണ്ണായപ്പിള്ളിൽ തിരുനാൾ കുർബാന അർപ്പിച്ചു. ഫാദർ ജോസഫ് അരിമറ്റം സന്ദേശം നൽകി. ഫാദർ ജോർജ് കാട്ടൂർ രോഗശാന്തി ശുശ്രൂഷ നയിച്ചു. വികാരി ഫാദർ ജോസഫ് കുഴികണ്ണിയിൽ, സഹവികാരി ഫാദർ മാത്യു പുത്തൻകുളം, ട്രസ്റ്റിമാരായ മാത്യു വടക്കേപ്പുരയ്ക്കൽ, തോമസ് കൊട്ടാരത്തിൽ, ജോബി നിരപ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും സ്വസ്തി നന്മ പോരിനെ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാവനേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും സ്വഭാവരഹിതയായ മേരി താതനും സുപുത്രനും തൻ പാവനാത്മരും സ്തോത്രമേകിടുന്നു നിത്യകാലവും നമോസ്തുതേ. സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. ദൈവത്തിന് കാഴ്ചവെച്ച് ശമയോൻ എന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ കൈയാളിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന്റെ ആഹാരം തരണമേ. ഞങ്ങളോട് ചെയ്തവരോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. ഉപാസന മതസാംസ്കാരിക കേന്ദ്രത്തിന്റെ 32ാം വാർഷികവും ഉപാസനയുടെ സ്ഥാപക ഡയറക്ടറായിരുന്ന റവറൻ ഡോക്ടർ ഫാദർ ആൽബർട്ട് നമ്പ്യാപറമ്പിലിന്റെ നിര്യാണത്തിൽ അനുശോചനവും ഞായറാഴ്ച നടത്തും. വൈകുന്നേരം 5-ന് PJ ജോസഫ് MLA അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യും. മുൻ PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ മതേതര ഭാരതം വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ ചെയർപേഴ്സൺ സഫിയ ജബാർ, ഫാദർ സണ്ണി മുണ്ടുതടയിൽ CMI തുടങ്ങിയവർ പ്രസംഗിക്കും. ഉപാസന ഡയറക്ടർ ഫാദർ കുര്യൻ പുത്തൻപുരയ്ക്കൽ CMI സ്വാഗതവും പറയും. സെക്രട്ടറി ഡോക്ടർ ജോൺ മുഴുത്തേറ്റ് റിപ്പോർട്ടും അവതരിപ്പിക്കും. ശബരി റെയിൽവേ രക്ഷാ ജനസഭാ നേതൃത്വത്തിൽ റെയിൽവേ അവലോകന യോഗം ഫെബ്രുവരി 12 ഞായറാഴ്ച തൊടുപുഴ അർബൻ ബാങ്കിൽ ചേരുമെന്ന് ചെയർമാൻ മാരിയൻ കൃഷ്ണൻ നായർ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് EA റഹീം എന്നിവർ അറിയിച്ചു. വൈകുന്നേരം 4-ന് ചേരുന്ന യോഗം അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം ചെയ്യും. PJ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. വിവിധ സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കും. ശബരി രക്ഷാ ജനസഭയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച 4 മണിക്ക് തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ വെച്ച് MLA PJ ജോസഫിൻ്റെ അധ്യക്ഷതയിൽ സമരസമിതിയുടെ ചെയർമാനും ഇടുക്കി MPയുമായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് അവലോകന യോഗം ഉദ്ഘാടനം ചെയ്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവലോകനം നടത്തി. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ റെയിൽവേ പാത ഇല്ലാത്ത വിനോദസഞ്ചാര വികസന സാധ്യതകളേറെയുള്ള പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തി പുതിയ റെയിൽവേ പാത നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 10 വർഷം മുമ്പ് എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കി ശബരിമല ഉത്പാദിച്ച് അംഗീകാരം നൽകി. ഒരു വലിയ ശ്രമമാണ്
നിതാന്തമായ പരിശ്രമമാണ്. ശബരി റെയിൽപാത വേണ്ട വിധത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും അംഗീകരിച്ച് അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ബഡ്ജറ്റിൽ വകവെച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇതിന് കാരണക്കാരായ മുഴുവൻ മുൻ എംപിമാരെയും നിലവിലെ എംപിയെയും അതുപോലെ പൊതുസമൂഹത്തെയും ശബരി റെയിൽവേ രക്ഷാ ജനസഭയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുകയും അവരെ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന ഈ അവലോകന യോഗത്തിൽ കക്ഷി പരിഗണനയ്ക്ക് അതീതമായി റെയിൽവേയുടെ പുതിയ പാത ഈ മണ്ണിലൂടെ കടന്നു പോകുന്നതിനുള്ള നടപടികളെ പങ്കാളിത്തം വഹിക്കണമെന്നും എല്ലാവരുടെയും പങ്കാളിത്തം പ്രത്യേകമായി ശബരി രക്ഷാ ജനസഭ ഭാരവാഹികൾ. തൊടുപുഴ കാർഡ്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവം ഈ വർഷം ഏപ്രിൽ 20 മുതൽ മെയ് 20 വരെ തൊടുപുഴയിൽ നടക്കും. വിത്ത് മഹോത്സവത്തിന് മുന്നോടിയായി കേരളത്തിലെ വിത്ത് ഉൽപാദകരായ കർഷകരുടെയും കർഷക സംഘങ്ങളുടെയും യോഗം 13-ന് വൈകിട്ട് 4:30-ന് കാർഡ്സ് ഓഡിറ്റോറിയത്തിൽ ചേരും. പച്ചക്കറി വിത്തുകൾ, തൈകൾ, ഫലവൃക്ഷ തൈകൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ഔഷധ സസ്യങ്ങൾ, നാണ്യവിളകൾ, പൂച്ചെടികൾ തുടങ്ങി എല്ലാവിധ കാർഷിക നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും ഈ യോഗത്തിൽ പങ്കെടുക്കാം. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ ആഘോഷമായ നിറവിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് ബൈക്ക് റാലി സംഘടിപ്പിച്ചു. മങ്ങാട്ട് കവലയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ പങ്കെടുത്തു. ഈ പ്രദേശത്ത് നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങൾ മുതലക്കോടം സെന്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുതലക്കോടത്തിന്റെ മഹോത്സവമായി മാറിക്കഴിഞ്ഞു. മുതലക്കോടത്തിന്റെ മഹോത്സവമായി മാറിക്കഴിഞ്ഞു. 2017 തൊടുപുഴ താലൂക്ക് വികസന സമിതി യോഗം 18-ന് ശനിയാഴ്ച രാവിലെ 11 മണിക്ക് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേരും. അംഗങ്ങൾ എല്ലാവരും യോഗത്തിൽ എത്തിച്ചേരണമെന്ന് തഹസിൽദാർ അറിയിച്ചു. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയിലെ വിമൻ സെല്ലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമേഷനും ശബ്ദം എന്ന സംഘടനയുമായി ചേർന്ന് നീതിയില്ലെങ്കിൽ നീ തീയാകുക എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിന്റെ ഉദ്ഘാടനം കോളേജ് ഡയറക്ടർ റവറന്റ് ഫാദർ തോമസ് ജോർജ് വെങ്ങാലുവക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ബേബി ജോസഫ് അധ്യക്ഷത വഹിച്ചു. വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കും ക്രൂരതയ്ക്കും നേരെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ജനസമൂഹത്തെ പ്രതികരണശേഷിയുള്ളവരാക്കി മാറ്റിയതിനായി ഒരു കൂട്ടം ആളുകൾ ശബ്ദം എന്ന പേരിൽ രൂപീകരിച്ച സംഘടനയാണിത്. നിയമജ്ഞർ, നീതിപാലകർ, ഡോക്ടേഴ്സ്, കൗൺസിലേഴ്സ്, ചലച്ചിത്ര ടെലിവിഷൻ താരങ്ങൾ, പത്രദൃശ്യ മാധ്യമ പ്രവർത്തകർ തുടങ്ങി ഒരു വലിയ സംഘം തന്നെയാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഒരാൾ ആണോ പെണ്ണോ കുഞ്ഞോ വൃദ്ധയോ ആരും ആകട്ടെ ലൈംഗികമായോ മറ്റേതെങ്കിലും വിധത്തിലോ ചൂഷണം ചെയ്യപ്പെടുകയോ മരണം, മുറിവുകൾ, അപമാനം ഇവയിലേതെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ നാം അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, നിയമസഹായം എങ്ങനെ ലഭ്യമാക്കാം, സെൽഫ് ഡിഫൻസ്, കൗൺസിലിംഗ്, റാപ്പിഡ് ആക്ഷൻ ടീം ഓഫ് ലൊക്കാലിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ക്യാമ്പയിനിലൂടെ ഇവർ പ്രചരണം നടത്തുന്നത്. കേരളത്തിലുടനീളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രമാക്കിയാണ് ഈ ക്യാമ്പയിൻ അവതരിപ്പിക്കുന്നത്. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമിയിൽ നടത്തിയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കോളേജ് ഡയറക്ടർ റവറന്റ് ഫാദർ തോമസ് ജോർജ് വെങ്ങാലുവക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ബേബി ജോസഫ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി.പി. തോമസ്, ജിയോ കുര്യൻ, ബൈജു സി ആചാര്യ, സിന്ധു രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ശബ്ദം ടീമിന്റെ അണിയറ ശില്പികളായ ജോയി ജോൺ ആന്റണി കൊല്ലം, റോഹൻ ജോസഫ്, അനിൽ എസ് നായർ, അഡ്വക്കേറ്റ് സോണിയ, അഡ്വക്കേറ്റ് ജോർജ് തുടങ്ങിയവർ ക്യാമ്പയിന് നേതൃത്വം നൽകാനായി എത്തിയിരുന്നു.
KPCC ന്യൂനപക്ഷ വകുപ്പ് തൊടുപുഴ നിയോജക മണ്ഡലം ചെയർമാനായി നാസർ പാലമൂട്ടിലിനെ ചെയർമാൻ KK കൊച്ചു മുഹമ്മദ് നോമിനേറ്റ് ചെയ്തു. കുമാരമംഗലം ഗവൺമെന്റ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷവും സ്കൂൾ വാർഷികവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാർ പാഴരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് KS ബിനു, ബിജോയ് ജോൺ, ഉല്ലാസ് കരുണാകരൻ, ഷീജ ഗിരീഷ്, P അനീഷ്, പാത്തുമ്മ BV തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ജില്ലയിലെ വളരെ പഴക്കമുള്ള ഒരു സ്കൂളാണിത്. ഈ സ്കൂളിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഈ സമയം കണ്ടെത്തിയ ഇവിടുത്തെ വിദ്യാർത്ഥികളെയും ഇവിടുത്തെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ ഈ സ്മരണീയ വായിച്ചപ്പോൾ മനസ്സിലായത് LP വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അന്നത്തെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തീരുമാനിക്കുകയും അതനുസരിച്ച് ഈ പ്രദേശത്തെ ഒരു നല്ല മനുഷ്യൻ, അതായത് ശ്രീ കേശവൻ നായർ ഇവിടെ സ്ഥലം കൊടുക്കുകയും അങ്ങനെ ഒരു വിദ്യാലയം ഇവിടെ വളർന്നു വരികയും ചെയ്തു. ആ വിദ്യാലയം വളർന്നു വന്നപ്പോൾ ഈ നാട്ടിലെ 4 വരെ പഠിക്കുന്ന കുട്ടികൾക്ക്, 9 വയസ്സ് വരെ 10 വയസ്സ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കിട്ടി. അന്നത്തെ കാലത്ത് വലിയ കാര്യമാണ്. കുമാരമംഗലം ഗവൺമെന്റ് LP സ്കൂളിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജോയ് ജോണിന്റെ അധ്യക്ഷതയിൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആൻഡ് ചീഫ് വിജിലൻസ് ഓഫീസർ രതീഷ് കൃഷ്ണൻ IPS പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ RK ദാസ് മുഖ്യാതിഥിയായിരുന്നു. MK ശിവശങ്കരൻ നായർ, പ്രൊഫസർ VS റജി, MP കാസിൻ, PS സുമ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പൊ അങ്ങനെ ഓരോ സ്കൂൾ ആ കാലങ്ങള് അറിയാതെ മനസ്സിൽ വരുന്നു. അന്നൊന്നും നമുക്കൊരു അല്ലലുമില്ല, കഷ്ടപ്പാടുണ്ടെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. 2 നിക്കറ്, വള്ളി നിക്കറും ഒരു ഷർട്ട് വിട്ട് ചെരുപ്പ് പോലും ഇല്ല. ഞാനൊരു 8ാം ക്ലാസ് 10ാം ക്ലാസ് വരെ ചെരുപ്പില്ലാതെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കാലങ്ങൾ ഓരോന്ന് കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു. നമ്മളൊക്കെ എല്ലാം ഒരു സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക മൂടായിരുന്നു. പിന്നീടാണ് എന്താണ് ജീവിതം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെപ്പറ്റി എല്ലാം പ്രശ്നങ്ങളായിരുന്നു. 5-8 വർഷക്കാലം, 5-6 വർഷത്തിലധികം ജോലിയില്ലാതെ ബുദ്ധിമുട്ടി പോകണ്ടായിരുന്ന വിഷമം. മറ്റ് കൂടെയുള്ളവരൊക്കെ ഓരോ ജോലിക്ക് പോകുന്നു. ചിലവർ ജോലിയില്ലാതെ പോകുന്നുണ്ട്, എന്നാലും അവർ പോകുന്നു, നമുക്ക് ജോലിയില്ലാത്ത വിഷമം. ആ കാലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ മാനസിക പിരിമുറുക്കത്തിൻ്റെ അങ്ങേയറ്റം നിങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല, എല്ലാവരും നല്ലോണം ടൈറ്റായിട്ടിരുന്ന അവസ്ഥ. ഇനി ജീവിക്കണോ എന്ന് വരെ ചിന്തിച്ച ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഉണ്ടായി കാണും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2750 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 160 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 180 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള സ്വാശ്രയ സംഘങ്ങളുടെ ആഘോഷം നിറവ് നടന്നു. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. UDF പ്രചരണ ജാഥ ഫെബ്രുവരി 14-ന് കരിമണ്ണൂരിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ നഗരസഭ 19-ാം വാർഡിൽ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. വാർഡ് കൗൺസിലർ KM ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ഡോക്യുമെന്റ് വർക്കേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ടൗൺ പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് പട്ടണ പ്രദക്ഷിണം നടന്നു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.